പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു സാംസണിൻ്റെ വെടിക്കെട്ട് കാണാനെത്തിയവർക്ക് തീർത്തും നിരാശ നൽകിക്കൊണ്ട് മോശം പ്രകടനമാണ് താരമെന്ന് പുറത്തെടുത്തത്. ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്ന് രണ്ടാമത്തെ മത്സരത്തിൽ ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ഒരു വെടിക്കെട്ട് പ്രകടനമാണ് എല്ലാവരും സഞ്ജുവിൽ നിന്നും പ്രതീക്ഷിച്ചത്. എന്നാൽ 22 പന്തുകൾ നേരിട്ട സഞ്ജു സാംസൺ തട്ടിയും മുട്ടിയും നിന്നുകൊണ്ട് 13 റൺസ് മാത്രമാണ് ഇന്ന് സ്വന്തമാക്കിയത്. ഒരു ബൗണ്ടറി പോലും താരത്തിന് നേടാനായില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാലും 34 റൺസിൻ്റെ മികച്ച വിജയം ആലപ്പി റിപ്പിൾസിനെതിരെ സ്വന്തമാക്കാൻ സഞ്ജുവിൻ്റെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി 31 പന്തിൽ 5 4ഉം 5 6ഉം സഹിതം 66 റൺസ് നേടിയ വിനു മനോഹരൻ്റെ കരുത്തിൽ 183 എന്ന മികച്ച സ്കോർ പടുത്തുയർത്തി. വാലറ്റക്കാരനെ ക്രീസിലെത്തി 13 പന്തിൽ 4 6ൻ്റെ സഹായത്തോടെ 31 റൺസ് നേടിയ ആൽഫി ഫ്രാൻസിസിൻ്റെ പ്രകടനവും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് തുണയായി. മറ്റാർക്കും തന്നെ കാര്യമായി സ്കോർ ബോർഡിൽ ഒന്നും ചെയ്യാനായില്ല. അതേസമയം മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ആലപ്പി റിപ്പിൾസ് ആകട്ടെ 149 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഓപ്പണർമാരായ അക്ഷയ് ചന്ദ്രൻ 36 പന്തിൽ 33 റൺസും ജലജ് സക്സേന 15 പന്തിൽ 16 റൺസും നേടി. 13 പന്തിൽ 29 റൺസ് നേടിയ അഭിഷേകാണ് അവരുടെ മറ്റൊരു പ്രധാന സ്കോറർ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി KM ആസിഫ് 3.2 ഓവറിൽ 23 റൺസ് വഴങ്ങി 4 വിക്കറ്റ് നേടി മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്.